ഹായ് ഓൾ. അപ്രോച്ചസ് ടു സെക്യൂരിറ്റി അനാലിസിസ് എന്ന 5th ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്കണോമിക് അനാലിസിസ് എന്താണ്, അല്ലെങ്കിൽ എക്കണോമിക് അനാലിസിസിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അവിടെ വരെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കിയുള്ള 2 സ്റ്റെപ്സാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് EIC എന്ന ഒരു മോഡലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എക്കണോമിക് അനാലിസിസ്, ഇൻഡസ്ട്രി അനാലിസിസ് ആൻഡ് കമ്പനി അനാലിസിസ്. അപ്പോൾ അതിൽ എക്കണോമിക് അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം, അതായത് നമ്മുടെ എക്കണോമി ഏത് രീതിയിലാണ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ എക്കണോമിക് ഫാക്ടേഴ്സാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ഉള്ളത് ഒരു ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഒരു അനലിസ്റ്റ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് അവർ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രി അനാലിസിസ് ആണ് നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ദിസ് ഈസ് എ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ ഫണ്ടമെൻ്റൽ അനാലിസിസ്. ആൻഡ് ഇൻഡസ്ട്രി ഈസ് ജനറലി ഡിസ്ക്രൈബ്ഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. നമുക്കറിയാം, ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സിമിലർ പ്രൊഡക്റ്റോ സർവീസോ സെയിൽ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സെയിൽ ചെയ്യുകയോ മാനുഫാക്ചർ ചെയ്യുകയോ ചെയ്യുന്ന ഒരു കൂട്ടം കമ്പനീസിനെയാണ് നമ്മളൊരു ഇൻഡസ്ട്രി എന്ന് വിളിക്കുക. ഓക്കെ, ഇൻഡസ്ട്രി ആസ് എ ഗ്രൂപ്പ് ഓഫ് ഫേംസ് പ്രൊഡ്യൂസേഴ്സ് സിമിലർ പ്രോഡക്ട്സ് വിച്ച് സെർവ്സ് ദ സെയിം നീഡ്സ് ഓഫ് എ കോമൺ സെറ്റ് ഓഫ് ബയേഴ്സ്. അപ്പോൾ ഒരേ നീഡ്സ് ഉള്ള ബയേഴ്സിന് വേണ്ടിയിട്ട് ഒരേ തരം പ്രൊഡക്ട്സുകൾ മാനുഫാക്ചർ ചെയ്യുകയും സെയിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടം കമ്പനീസിനെയാണ് നമ്മളൊരു ഇൻഡസ്ട്രി എന്ന് വിളിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എടുത്തിട്ടുണ്ടെങ്കിൽ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ടെക്സ്റ്റൈൽ മാനുഫാക്ചർ ചെയ്യുകയും സപ്ലൈ ചെയ്യുകയും മാർക്കറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. എല്ലാ കമ്പനീസിനെയും നമ്മൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്നൊരു പേരിലാണ് അറിയപ്പെടുക. ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, അതുപോലെ അങ്ങനെ ഓരോ ഇൻഡസ്ട്രീസും. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരേ തരം പ്രൊഡക്ട്സുകൾ ഒരേ സെറ്റ് ഓഫ് കൺസ്യൂമേഴ്സിന് സെയിൽ ചെയ്യുന്ന കമ്പനീസിനെയാണ് നമ്മൾ വിളിക്കുക, ഒരു ഇൻഡസ്ട്രി എന്ന് വിളിക്കുക. ഇൻഡസ്ട്രീസ് ആർ ജനറലി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഗുഡ്സ് ദേ ആർ പ്രൊഡ്യൂസ്ഡ്. അവർ ഉണ്ടാക്കുന്ന പ്രൊഡക്ട്സ് എന്താണോ അതിൻ്റെ ബേസിസിലാണ് നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ സിമെൻറ്റ്, സ്റ്റീല്, ടെക്സ്റ്റൈൽ, ഫുഡ്, ഓട്ടോമൊബൈൽ, ഇങ്ങനെ പലതരം ഇൻഡസ്ട്രീസ് ഒരു എക്കണോമിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. By analyzing the industry, an investor can easily identify the best industry he need to invest in the present economic condition. അപ്പോൾ ഇൻഡസ്ട്രി അനാലിസിസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിലുള്ള എക്കണോമിക് കണ്ടീഷൻ ഒരു ഇൻവെസ്റ്റർ നമ്മുടെ എക്കണോമിക് അനാലിസിസ് വഴി മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആൻഡ് അതിനുശേഷം എക്കണോമിയിൽ ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രി ഏതാണ്, അയാൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഇൻഡസ്ട്രി ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്, ഇൻഡസ്ട്രി അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഒരു എക്കണോമിയിൽ പല ഇൻഡസ്ട്രീസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഇന്ത്യൻ എക്കണോമി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ദർ ആർ സെവറൽ ഇൻഡസ്ട്രീസ് ആർ ദർ. ഇതിൽ ഏറ്റവും ബെസ്റ്റ് വൺ ഏതാണ്, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ഇൻഡസ്ട്രി ഏതാണ്, പ്രോഫിറ്റബിൾ ആവുന്ന ഇൻഡസ്ട്രി ഏതാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ഒരു അനലിസ്റ്റ് ഇൻഡസ്ട്രി അനാലിസിസ് ചെയ്യുന്നത്. ആൻഡ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ പെർഫോമൻസ് ഓഫ് ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ വേരിയസ് ഇൻഡസ്ട്രീസിൻ്റെ പെർഫോമൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ഓക്കെ, ദ ബേസിക് തിങ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓർ സർവീസാണ്. അവർ സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്റ്റ്, സർവീസ്. അപ്പോൾ ഏത് തരം പ്രൊഡക്റ്റാണ് ഒരു ഇൻഡസ്ട്രിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സപ്ലൈ ചെയ്യുന്നതും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഇൻഡസ്ട്രീൻ്റെ സക്സസ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ അത് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രി ആയിരിക്കും. അപ്പോൾ പ്രൊഡക്റ്റ് ഓർ സർവീസ് നമ്മൾ ഇൻഡസ്ട്രി അനാലിസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. രണ്ടാമത്തത് എസ്റ്റിമേറ്റിംഗ് ഗ്രോത്ത്, അതായത് എത്രമാത്രം ഫ്യൂച്ചറിലേക്ക് ഈ ഇൻഡസ്ട്രി ഇവിടെ സർവൈവ് ആയിട്ട് നിൽക്കും. ഓക്കെ, എത്രമാത്രം ക്രൈസിസ് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രോത്ത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. അപ്പോൾ ഭാവിയിലോട്ട് നമുക്കറിയാം ഇപ്പോൾ ഒരു ഏറ്റവും ഗ്രോയിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഇപ്പോൾ IT ഇൻഡസ്ട്രിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കതൊരു ഗ്രോയിങ് ഇൻഡസ്ട്രി ആയിട്ട് പറയാനായിട്ട് പറ്റും. കാരണം ഫ്യൂച്ചറിലോട്ട് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അതേപോലെ റിസ്ക് ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വലിയ പോസിബിലിറ്റി ഇല്ലാത്ത ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ പറയുന്ന ഫ്യൂച്ചർ ഗ്രോത്ത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്.
മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ലൈഫ് സൈക്കിളാണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ മാതിരി ഇൻഡസ്ട്രിക്കും എന്തുണ്ട്, ദർ ഇസ് എ ലൈഫ് സൈക്കിൾ. അതും ഇതുപോലെ പൈനറിങ് സ്റ്റേജ്, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ, അങ്ങനെ സ്റ്റേജസിലായിട്ടാണ് ഓരോ ഇൻഡസ്ട്രിയും കടന്നു പോകുന്നത്. ഇപ്പോൾ IT ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണെങ്കിൽ അതെന്താണ്, പൈനറിങ് സ്റ്റേജിലായിരുന്നു. കാരണം കമ്പ്യൂട്ടേഴ്സൊന്നും വരാത്ത, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു പൈനറിങ് സ്റ്റേജിലുള്ള ഇൻഡസ്ട്രിയാണ്. ദെൻ സ്ലൈറ്റ്ലി അതെന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ അത് ഏറ്റവും പീക്ക് സ്റ്റേജിലാണുള്ളത്. അപ്പോൾ ഏറ്റവും ഗ്രോത്ത് സ്റ്റേജിലിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഇതേപോലെ ഓരോ ഇൻഡസ്ട്രീസും അതിൻ്റെ ലൈഫ് സൈക്കിളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ AI ഒക്കെ വരുന്നത് കൊണ്ട് നമുക്ക് IT സെക്ടർ, അതുപോലെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സക്സസ് ആവും സാധ്യതയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതേപോലെ ചില ഇൻഡസ്ട്രീസ് ഉണ്ട്, ക്രൈസിസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ വെരി റിസ്കിയർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അതിൻ്റെ ഏത് സ്റ്റേജിലാണ് ഇപ്പോൾ അത് നിൽക്കുന്നത് നോക്കിയിട്ടാണ് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. ഇപ്പോൾ പൈനറിങ് സ്റ്റേജിൽ, അതിൽ ഏറ്റവും സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള ഇൻഡസ്ട്രിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കവിടെ പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്, നമുക്ക് ഉണ്ടാവുമോ എന്നുള്ളത് ഉറപ്പില്ല. പക്ഷേ ഗ്രോത്തോ മെച്യൂരിറ്റിയിലൊക്കെ നിൽക്കുന്ന ഇൻഡസ്ട്രിയിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റബിൾ ആണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഏത് സ്റ്റേജിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻഡസ്ട്രി ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അടുത്ത കാര്യം റോ മെറ്റീരിയൽസ് ആൻഡ് അതർ ഇൻപുട്സ്. ദെൻ ഈ ഒരു ഇൻഡസ്ട്രി കൺസ്യൂം ചെയ്യുന്ന റോ മെറ്റീരിയൽസിൻ്റെയും മറ്റ് ഇൻപുട്സിൻ്റെയും കാര്യങ്ങൾ നമ്മളൊന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ്. ഈസ് ഇറ്റ് ഈസിലി അവൈലബിൾ ആണോ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് റോ മെറ്റീരിയൽസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇൻറ്ററപ്റ്റഡ് ആയി പോകുമോ. ഇൻറ്ററപ്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ ഇൻഡസ്ട്രീൻ്റെ വർക്കിംഗ് കണ്ടീഷൻ മുഴുവൻ മോശമായിട്ട് വരും. അപ്പോൾ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസിനൊക്കെ ഒരു ക്രൈസിസ് വരും. അപ്പോൾ ഈ പറയുന്ന ഡിഫിക്കൽട്ടി ടു ഗെറ്റ് റോ മെറ്റീരിയൽസ് വളരെ ഡിഫിക്കൽട്ടിയാണ്, കിട്ടാൻ ബുദ്ധിമുട്ടുള്ള എന്നുള്ളതാണെങ്കിൽ അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം എന്താണ്, റിസ്കിയറാണ്. അതായത് നമുക്കിപ്പം ലാഭം ഉണ്ടാവുമോ, അല്ലെങ്കിൽ കമ്പനി ഇനി അവിടെ സർവൈവ് ചെയ്യുമോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഈ പറയുന്ന കമ്പനീസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസും മറ്റ് ഇൻപുട്സും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാക്ടറാണ്. പിന്നെ വരുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഓഫ് കോഴ്സ് ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനീസിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതുപോലെ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ കോമ്പറ്റേറ്റീവ് ഫോഴ്സസ് എന്തൊക്കെയാണ് നമ്മുടെ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്. ഓക്കെ, എക്സിസ്റ്റിംഗ് ഫേംസിന് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രി എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. ചില ഇൻഡസ്ട്രീസിന് ഫോറിൻ കമ്പനീസ് എന്നൊക്കെ ഭയങ്കരമായിട്ട് കോമ്പറ്റീഷൻ വരും. അതായത് ഫോറിൻ പ്രൊഡക്ട്സ് മാർക്കറ്റിലോട്ട് ഇറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കമ്പനി അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് ഒരു പ്രശ്നം വരും. അപ്പോൾ ഈ പറയുന്ന കോമ്പറ്റീറ്റേഴ്സിനെയൊക്കെ നമ്മളൊന്ന് നോക്കുക. ദാറ്റ് ഈസ് ആരാണ് നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ കോമ്പറ്റീറ്റേഴ്സ് ആരാണ് എന്നുള്ളത് വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ സൈക്ലിക്കൽ ഇൻഡസ്ട്രീസ്. ഇപ്പോൾ ചില പ്രത്യേകതരം ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് സൈക്ലിക്കലും ഡിഫെൻസീവും ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന സൈക്ലിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് വെരി സെൻസിറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് ഗ്ലോബൽ എക്കണോമിക് കണ്ടീഷൻസിൽ വരുന്ന ഒരു സ്ലൈറ്റ് ചേഞ്ച് പോലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, സൈക്ലിക്കൽ ഇൻഡസ്ട്രീസ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ സൈക്ലിക്കൽ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് എപ്പോഴും പെട്ടെന്ന് പീക്ക് സ്റ്റേജിലേക്ക്, അതായത് പ്രോഫിറ്റ് ഭയങ്കരമായിട്ട് കിട്ടുന്നൊരു ലെവലിലേക്കും പോകാം. അറ്റ് ദ സെയിം ടൈം അതെന്ത് ചെയ്യാം, താഴേക്കും വരാം. ഇപ്പോൾ നമ്മൾ ജ്വല്ലറീസിൻ്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ ഗോൾഡ്, ഇപ്പോൾ ഈ പറയുന്ന ജ്വല്ലറി ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര സൈക്ലിക്കലാണ്. കാരണം ഗ്ലോബൽ എക്കണോമിക് കണ്ടീഷൻസിൽ വരുന്ന സ്ലൈറ്റ് ചേഞ്ചസ് പോലും നമുക്ക് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഗോൾഡ് ഇൻഡസ്ട്രീനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗോൾഡിൻ്റെ പ്രൈസ് പെട്ടെന്നാണ് എന്ത് ചെയ്യുക, മുകളിലേക്ക് പോവുക. ഒരു വിത്തിൻ മന്ത്സ് അത് ഭയങ്കരമായിട്ട് പീക്ക് സ്റ്റേജിലേക്ക് പോകും. അതേപോലെ ഒരു ക്രൈസിസ് വരുമ്പോൾ അത് താഴേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഭയങ്കര സൈക്ലിക്കൽ ഇൻഡസ്ട്രീസാണ്. അപ്പോൾ അവിടുത്തെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ക്രൈസിസ് തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടുമോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് ലോസിലേക്ക് പോകുമോ എന്നുള്ളത് സൈക്ലിക്കൽ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ്. അതിന് നേരെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡിഫെൻസീവ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. അതായത് ഗ്ലോബൽ എക്കണോമിക് കണ്ടീഷനിൽ ഒരുപാട് വലിയ വേരിയേഷൻസ് വന്നാൽ മാത്രമേ ഈ പറയുന്ന ഇൻഡസ്ട്രീസിനെ അത് എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളൂ. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് എക്സിസ്റ്റൻസ് ഉള്ള, പെട്ടെന്നൊന്നും സ്ലൈറ്റ് ചേഞ്ചസ് ഒന്നും അഫക്റ്റ് ചെയ്യാത്ത ഇൻഡസ്ട്രീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഡിഫെൻസീവ് ഇൻഡസ്ട്രീസ്
ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി സൈക്ലിക്കൽ ആണോ ഡിഫെൻസീവ് ആണോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ആണ്. ഇൻഡസ്ട്രീസൊക്കെ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്, അവരുടെ കപ്പാസിറ്റി എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ട്. അതായത് കപ്പാസിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആയിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള കപ്പാസിറ്റീസ് കമ്പനീസിൻ്റെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ചില കമ്പനീസ് ഉണ്ട്, അവരവരുടെ മുഴുവൻ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ത് ചെയ്യാറില്ല, യൂട്ടിലൈസ് ചെയ്യാറില്ല. ദാറ്റ് ഇസ് ഒരു 80% കപ്പാസിറ്റി മാത്രം ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുക, ബാക്കി അവിടെ ഇൻടാക്റ്റ് ആയിട്ട് വയ്ക്കുക. അപ്പോൾ ഈ പറയുന്ന എത്രമാത്രം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യുന്നത് നല്ലതാണ്. ഈ പറയുന്ന കമ്പനി ഓഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഓഫർ ചെയ്യുന്ന പ്രൊഡക്ട്സൊക്കെ വളരെ നല്ലതാണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഒരുപാട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കമ്പനി എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ നല്ല പ്രോസ്പെരിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ മുഴുവൻ കപ്പാസിറ്റി അതിന് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യാം. പിന്നെ അതേപോലെ നേച്ചർ ഓഫ് ഡിമാൻഡ്, ആ ഇൻഡസ്ട്രിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഏത് രീതിയിലാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കുക. നേച്ചർ ഓഫ് ദ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ആൻഡ് ദ പ്രോസ്പെരിറ്റി ഓഫ് ആൻ ഇൻഡസ്ട്രി cannot be estimated accurately if the demand is fluctuating in nature. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റം വരുന്ന ഡിമാൻഡുള്ളൊരു ഇൻഡസ്ട്രി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു കൺസിസ്റ്റൻസി ഉണ്ടെന്ന് പറയാനായിട്ട് പറ്റില്ല. ദാറ്റ് ഈസ് ഇപ്പോൾ നമുക്കറിയാം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എപ്പോഴും നമുക്ക് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഒരു കാലത്തും ലോസ് വരാൻ സാധ്യത കുറവാണ്, കാരണം എല്ലാ കാലത്തും ഡിമാൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ആൾക്കാർക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിമാൻഡ് കീപ്പ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. പക്ഷേ അത് അങ്ങനെ അല്ലാത്ത ഇൻഡസ്ട്രീസും ഉണ്ട്. അതായത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ അത്ര കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. ഇപ്പോൾ 2 വീലർ 4 വീലർ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാനായിട്ടും അല്ലെങ്കിൽ ഡിമാൻഡ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അത് നമ്മൾ നോക്കുക, നേച്ചർ ഓഫ് ഡിമാൻഡ്. ആൻഡ് പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഗവൺമെൻറ് പോളിസിയാണ്. ദാറ്റ് ഈസ് ഓരോ ഇൻഡസ്ട്രീസിനോടും ഗവൺമെൻറ്റിന് സെപ്പറേറ്റ് ആയിട്ടുള്ള പോളിസീസ് ചിലപ്പോൾ ഗവൺമെൻറ് സെറ്റ് ചെയ്യാറുണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഇൻഡസ്ട്രിയൽ പോളിസിയും അതുപോലെ ഫിസ്ക്കൽ പോളിസീസൊക്കെ നമ്മുടെ ഇൻഡസ്ട്രീസിൻ്റെ പെർഫോമൻസിന് എന്ത് ചെയ്യാറുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില റിലീഫ്സും റിബേറ്റ്സും അതുപോലെ കൺസെഷൻസ് സബ്സിഡീസ് ഇതൊക്കെ ഗവൺമെൻറ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ് പോളിസി ചിലപ്പോൾ ടാക്സ് എക്സംഷൻസ് കിട്ടാറുണ്ട് ചില ഇൻഡസ്ട്രീസിന്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി അനാലിസിസിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ ഇൻഡസ്ട്രി അനാലിസിസ് നമ്മൾ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എക്കണോമിക് അനാലിസിസ് നടത്തി ആ എക്കണോമിയിൽ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള റിസ്ക് കുറവുള്ള ഒരു ഇൻഡസ്ട്രി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡസ്ട്രി അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഇൻഡസ്ട്രി അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മുടെ EIC അനാലിസിസിലെ അവസാനത്തെ സ്റ്റേജാണ്, ദാറ്റ് ഈസ് കമ്പനി അനാലിസിസ്. അപ്പോൾ കമ്പനി അനാലിസിസ് എന്താണ് എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. കമ്പനി അനാലിസിസ് ഈസ് ദ സ്റ്റഡി ഓഫ് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി റിഗാർഡിങ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ആൻഡ് ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഒരുപാട് നമ്മൾ എക്കണോമീനെ അനലൈസ് ചെയ്തു, then അതിനകത്ത് നമ്മളൊരു ഇൻഡസ്ട്രി ചൂസ് ചെയ്തു, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊരു കമ്പനിയാണ് അടുത്തതായിട്ട് ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്കണോമി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത എക്കണോമി ഇന്ത്യൻ എക്കണോമിയാണ്. ഇന്ത്യൻ എക്കണോമിയിൽ നമ്മളൊരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ദർ ആർ സെവറൽ കമ്പനീസ് അല്ലേ, ഒരുപാട് കമ്പനീസ് ഉണ്ട്. അതിൽ ഏത് കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ത്രൂ കമ്പനി അനാലിസിസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോണത്. ഓക്കെ, വൺസ് ആൻ ഇൻവെസ്റ്റർ ഡിസൈഡഡ് ടു ഇൻവെസ്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓൺ ദ ബേസിസ് ഓഫ് ദ എക്കണോമി ആൻഡ് ഇൻഡസ്ട്രി അനാലിസിസ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെലക്ട് ദ കമ്പനി ഇൻ വിച്ച് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ്. ഓക്കെ, ഏത് എക്കണോമി ചൂസ് ചെയ്തു, അവിടെ നിന്ന് നമ്മൾ ഇൻഡസ്ട്രി ചൂസ് ചെയ്തു, അതിൽ തന്നെ ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനി അനാലിസിസ് ചെയ്യുന്നത്. Okay, for example, if an investor decided to invest in IT industry, the next step is to decide in which company, that is maybe Infosys ആവാം, വിപ്രോ ആവാം, HCL ആവാം, TCS ആവാം, ഇതിൽ ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോണത്, കമ്പനി അനാലിസിസ് ചെയ്യാനായിട്ട് പോണത്.
ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻ കമ്പനി അനാലിസിസ്. കമ്പനി അനാലിസിസിൽ എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം നമ്മൾ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ആദ്യം ആ കമ്പനീനെ കുറിച്ച് മാക്സിമം ഡാറ്റാസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് കമ്പനി അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്റർ ചെയ്യേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ അതിൽ ഫിനാൻഷ്യലും നോൺ ഫിനാൻഷ്യലും ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട പോയിൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയുന്നത് ബിസിനസ് മോഡലാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ആക്ച്വലി ആ ബിസിനസ്സിൽ ഏത് രീതിയിലാണ് ആ ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബിസിനസ് മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡാറ്റാസും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പറയുന്ന ബിസിനസ് മോഡൽസ് എന്ന് പറയുന്നത് ആക്ച്വലി കമ്പനിയുടെ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് മോഡൽ ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അവരുടെ വെബ്സൈറ്റ്സോ അവരുടേതായിട്ടുള്ള ബ്രോഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വെബ്സൈറ്റ്സൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ മോഡൽ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേസിക്കായിട്ട് കമ്പനിയുടെ ബിസിനസ് മോഡലിനകത്ത് കമ്പനിയുടെ മിഷൻ, വിഷൻ, ഒബ്ജക്റ്റീവ്, ഗോൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദാറ്റ് കമ്പനി, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദാറ്റ് കമ്പനി, വാട്ട് ആർ ദ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഓഫ് ദാറ്റ് കമ്പനി. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയുടെ മോഡൽ, ബിസിനസ് മോഡൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഓരോ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ബ്രീഫ് ചെയ്യുകയാണ്. ദാറ്റ്സ് വാട്ട് ഇസ് ആക്ച്വലി ദാറ്റ് കമ്പനി. ആ കമ്പനിയുടെ കാര്യങ്ങൾ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കമ്പനി മോഡൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പ്രൊഡക്ട്സാണ് അത് സെയിൽ ചെയ്യുന്നത്, ആ പ്രൊഡക്ട്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, മാനേജ്മെൻറ്റ് ആരൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ബിസിനസ് മോഡൽ നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, രണ്ടാമത്തത് മാർക്കറ്റ് ഷെയർ ആണ്. മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമ്മുടെ മൊത്തം മാർക്കറ്റിൻ്റെ എത്ര പെർസെൻറ്റേജാണ് ഈ കമ്പനി ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയാം, IT ഇൻഡസ്ട്രിയാണ് എടുക്കണമെന്ന് വെച്ചാൽ അവിടെ ഇൻഫോസിസ് ഉണ്ട്, വിപ്രോ ഉണ്ട്, TCS ഉണ്ട്, HCL ഉണ്ട്, അങ്ങനെ പല പല കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഒരു IT ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് IT പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നതും ആയിട്ടുള്ള മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് കസ്റ്റമേഴ്സാണ് നമ്മുടെ കമ്പനിക്കുള്ളത് എന്നുള്ളതാണ് മാർക്കറ്റ് ഷെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് ദ പെർസെൻറ്റേജ് ഓഫ് കസ്റ്റമേഴ്സ് ദ കമ്പനി ഹാവ്, കമ്പനിയുടെ കയ്യിൽ എത്രമാത്രം കസ്റ്റമേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഷെയർ അനലൈസ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ സൈസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. അപ്പോൾ ചെറിയ കമ്പനീസിന് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ദാറ്റ് ഈസ് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളൊരു സ്ഥലമാണെങ്കിൽ അവിടെ ചെറിയ കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കമ്പാരിസൺ നടത്താം. ഓക്കെ, വലിയ കമ്പനിയും ചെറിയ കമ്പനിയൊക്കെ ആയിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുക. ഇപ്പോൾ IT കമ്പനി നമ്മൾ കമ്പയർ ചെയ്യുന്നത് മറ്റൊരു IT കമ്പനിയായിട്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ മാർക്കറ്റ് ഷെയർ ഉണ്ടോ അല്ലെങ്കിൽ മാർക്കറ്റ് ഷെയറിൻ്റെ ബേസിസിൽ നമ്മളൊരു കമ്പനീനെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് കസ്റ്റമേഴ്സാണ്. അപ്പോൾ കമ്പനീസിൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഒരു ഹൗ മച്ച് മില്യൺ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എത്രമാത്രം കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു കമ്പനിക്ക് എന്നുള്ളതാണ് കസ്റ്റമേഴ്സിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സ്മോൾ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഉള്ള ഒരു കമ്പനിക്ക് മാർക്കറ്റിൽ എത്രമാത്രം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ കസ്റ്റമേഴ്സ് കൂടുതലുള്ള കമ്പനീസ് പെട്ടെന്ന് എന്ത് ചെയ്യില്ല, മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോവുകയോ പൂട്ടിപ്പോവുകയോ ഒന്നും ചെയ്യില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അവിടെ ലോങ് ടേം എക്സിസ്റ്റൻസ് ഉണ്ട്. സോ നമുക്ക് അവിടെ ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ നോക്കണം. പിന്നെ വരുന്നത് ഗ്രോത്ത് ഓഫ് സെയിൽസ് ആണ്. സെയിൽസ് ഗ്രോത്ത് അറിയണമെങ്കിൽ കമ്പനിയുടെ പാസ്റ്റ് ഡാറ്റ നമ്മുടെ കയ്യിൽ വേണം. അതായത് കമ്പനി കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് എങ്ങനെയാണ് കമ്പനിയുടെ സെയിൽസ് പോകുന്നത്, അതിൻ്റെ ചാർട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അത് നോക്കിയിട്ടാണ് നമ്മൾ സെയിൽസിൻ്റെ ഗ്രോത്ത് മനസ്സിലാക്കുക. അപ്പോൾ കമ്പനിയുടെ വെബ്സൈറ്റ്സൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഈ പറയുന്ന ഗ്രോത്തിൻ്റെ സെയിൽസ് ഗ്രോത്തൊക്കെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്, ദാറ്റ് ഈസ് ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള സിമിലർ കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ കമ്പനിക്ക് എന്താണ് പ്രത്യേകതയുള്ളത്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുക. ഓക്കെ, ബാക്കി കോമ്പറ്റേറ്റീവ്സിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കമ്പനിക്ക് എന്താണ് പ്ലസ് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലസ് പോയിൻ്റ് ഉള്ള കമ്പനിക്ക് മാത്രമേ മാർക്കറ്റിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് നമ്മുടെ കമ്പനിക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ചില കമ്പനീസിന് എന്തുണ്ടാവും,
അവരുടെ ബ്രാൻഡ് തന്നെ ചിലപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആകാം. ഇപ്പോൾ നമുക്കറിയാം ഈ കൊക്കക്കോല എന്ന് പറയുന്നൊരു സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനി, അതിൻ്റെ പേര് തന്നെ എന്താണ് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൊടുക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ IT കമ്പനീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം മൈക്രോസോഫ്റ്റ്, അതിനൊരു ഡോമിനേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോൺസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആപ്പിളിന് എന്തുണ്ട്, ദർ ഇസ് എ ഡോമിനേഷൻ. അപ്പോൾ ഈ ഒരു സാധനം ആ ഒരു കമ്പനിയുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ ഈ കമ്പനിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുക, നമ്മൾ അനലൈസ് ചെയ്യുക. പിന്നെ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഏത് രീതിയിലാണ് അത് മാനേജ്മെൻറ്റ് ഉള്ളത്, മാനേജ്മെൻറ്റിൻ്റെ സിസ്റ്റം എങ്ങനെയാണ്. ടോപ്പ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സക്സസ് കൊടുക്കുന്ന ഒരു ഫാക്ടറാണ്. അപ്പം നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും മാനേജ്മെൻറ്റിൽ ഭയങ്കര ബിലീഫ്സ് ഉണ്ടാവും. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഡിസിഷൻസ് എടുക്കുമ്പോഴാണ് കമ്പനി സക്സസ് ആവുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുക ആൻഡ് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ ലേബർ ആൻഡ് അതർ ഇൻഡസ്ട്രിയൽ പ്രോബ്ലം, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലേബർ ക്രൈസിസും ലേബർ പ്രോബ്ലംസും വരുന്നൊരു കമ്പനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എപ്പോഴും ലേബേഴ്സിനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് അല്ലെങ്കിൽ ലേബേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്ന കമ്പനിയാണെങ്കിൽ നമുക്ക് എന്താ അറിയാം, അതൊരു സ്മൂത്തായിട്ട് പോകുന്ന ഒരു കമ്പനിയാണ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ലേബേഴ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളത് തന്നെ കമ്പനിയുടെ സക്സസ് ഒരു ഫാക്ടറാണ്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തണം. അതായത് കമ്പനിയുടെ പ്രോഫിറ്റ്, അതുപോലെ കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തി കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ റേഷ്യോസൊക്കെ ഉപയോഗിക്കാറുണ്ട്. ദാറ്റ് ഈസ് ഫിനാൻഷ്യൽ റേഷ്യോസ്, അതായത് കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, അതുപോലെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, ഇങ്ങനത്തെ കുറേ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഫിനാൻഷ്യൽ അനാലിസിസ് നടത്താം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കമ്പനി അനാലിസിസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോക്കാനുള്ളതാണ് ടൂൾസ് ഫോർ കമ്പനി അനാലിസിസ്. കമ്പനി അനാലിസിസ് നമുക്ക് കുറച്ച് ടൂൾസ് യൂസ് ചെയ്യാനുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, കമ്പനീനെ കുറിച്ചുള്ള മാക്സിമം ഡാറ്റാസ് ആൻഡ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് കമ്പനി ലെവൽ ഡാറ്റ ആയിരിക്കണം. പ്രൈമറിലി നമുക്ക് അവരുടെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് നിന്നാണ് കിട്ടുക. ദാറ്റ് ഇസ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതൊക്കെ പബ്ലിഷ്ഡ് ആണ്. അപ്പോൾ പബ്ലിഷ്ഡ് റെക്കോർഡ്സിനകത്ത് നമുക്ക് അതൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ബാലൻസ് ഷീറ്റ് നോക്കണം, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, അതുപോലെ കോർപ്പറേറ്റ് ഗവേണൻസ് റിപ്പോർട്ട്, ഇതൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് പബ്ലിക്കലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കമ്പനി അനാലിസിസിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യണം. ദെൻ അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഉപയോഗിക്കണം. ദാറ്റ് ഇസ് ഏണിംഗ് പവർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ലിക്വിഡിറ്റി റേഷ്യോസ്, അതുപോലെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ്, അതുപോലെ അസറ്റ് യൂട്ടിലൈസേഷൻ റേഷ്യോസ്, ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കണം, ഈ പറയുന്ന കമ്പനി അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള റേഷ്യോസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഏണിംഗ് പെർ ഷെയർ കണ്ടുപിടിക്കാനായിട്ട് EPS കാണാനായിട്ടുള്ള ഇക്വേഷൻ ഉണ്ട്. ഐ മീൻ റേഷ്യോ ആണ്. നെറ്റ് ഏർണിങ്സ് ഡിവൈഡഡ് ബൈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, EPS കണ്ടുപിടിക്കുക. ദെൻ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ, ദാറ്റ് ഇസ് PE റേഷ്യോ കണ്ടുപിടിക്കുക. ദാറ്റ് സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ EPS. പിന്നെ പ്രൈസ് ടു സെയിൽസ് റേഷ്യോ, മാർക്കറ്റ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റവന്യൂ, അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ഡിവൈഡഡ് ബൈ സെയിൽസ് പ്രൈസ് പെർ ഷെയർ. പിന്നെ പ്രൈസ് ടു ബുക്ക് റേഷ്യോ, ഷെയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ. ദെൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, DPR കണ്ടുപിടിക്കണമെങ്കിൽ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ EPS. അപ്പോൾ ഇങ്ങനത്തെ റേഷ്യോസൊക്കെ നമ്മൾ ഉപയോഗിക്കുക. എന്തിനു വേണ്ടിയിട്ട്, കമ്പനി അനാലിസിസിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന പോർട്ട്ഫോളിയോ അനാലിസിസിൻ്റെ ഫസ്റ്റത്തെ ഒരു സ്റ്റേജാണ്, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ് ഏതെന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസിൽ നമ്മൾ EIC മോഡലാണ് ഇപ്പോൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന EIC മോഡൽ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന സെക്യൂരിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ഈ പറയുന്ന സെക്യൂരിറ്റി അനാലിസിസിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തുന്നത് എന്തിനാണ്, അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ലോങ് ടേം ആയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്തായാലും നടത്തണം. കാരണം ഒരുപാട് കാലം നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
നമുക്ക് ബേസിക് കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ചും ഇൻഡസ്ട്രീൻ്റെ കാര്യങ്ങളെക്കുറിച്ചും എക്കണോമിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ വേണം. പിന്നെ വാല്യൂ ഐഡൻറ്റിഫിക്കേഷൻ, നമ്മുടെ സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. പിന്നെ ബിസിനസ്സിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തണം. പിന്നെ സ്റ്റോക്ക് ഗ്രൂപ്പ്സ്, നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ എന്താണ് നല്ലത്, ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് നമുക്ക് നല്ലത്. ഓക്കെ. ആൻഡ് ഇതിന് കുറച്ച് ഡ്രോബാക്സ് കൂടി പറയുന്നുണ്ട്. ഒന്നാമത്തെ ഒരു ഡ്രോബാക്കായിട്ട് മെയിനായിട്ട് പറയുന്നത് ഒരു ഡിഫക്റ്റീവ് പ്രാക്ടീസാണ്. അതായത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രാക്ടീസാണെന്ന് പൊതുവേ പറയാറുണ്ട്. പിന്നെ അൺസയൻറ്റിഫിക് പ്രോസസ്സാണ്. നമ്മളിതിൽ പ്രത്യേകിച്ച് മാത്തമാറ്റിക്കൽ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ട് ഇതൊരു അൺസയൻറ്റിഫിക് മെത്തേഡാണെന്ന് പറയുന്നുണ്ട്. ടൈം കൺസ്യൂമിംഗ് ആണ്. സബ്ജക്റ്റിവിറ്റി ഉണ്ട്. സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനീനെ മാത്രം, നമുക്കിപ്പോൾ ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു ഇൻട്രസ്റ്റ് ഉള്ളൊരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രമേ എപ്പോഴും കാണാൻ ശ്രമിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ബയാസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻ നമ്മൾ എടുത്താൽ അത് സക്സസ് ആവണമെന്നില്ല. അപ്പോൾ അതാണ് അടുത്തൊരു പ്രശ്നം. പിന്നെ ബയാസ്ഡ് ഇൻഫർമേഷനാണ്. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മേ ബി ബയാസ്ഡ് ആവാം. അപ്പോൾ അതും അതിനൊരു ലിമിറ്റേഷനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 5th ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഒരു പാർട്ടാണ് നമ്മൾ ഈ 2 ക്ലാസ്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് സെക്യൂരിറ്റി അനാലിസിസിൻ്റെ ഫസ്റ്റത്തെ മെത്തേഡായിട്ടുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ.